ഒരു ഹൗസ് ഹണ്ടിങ് അപാരതയാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഡേയിൽ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഹൗസ് ഹണ്ടിങ് എന്ന് കാണാം. ഒരു 8:30ക്കാണ് നമ്മൾ ഈ ഒരു ട്രാഫിക്കിൽ കടന്നത്. ഏകദേശം 8 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 15 കിലോമീറ്റേഴ്സോളം നമ്മൾ ട്രാഫിക്കിൽ തന്നെയായിരുന്നു. ഫുഡ് ഒന്നും കഴിക്കാനായിട്ട് നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പെട്ടെന്ന് തന്നെ വീട് കണ്ടെത്തുക എന്നുള്ളത് ഒരു ചലഞ്ചായിരുന്നു. നേരത്തെ പലതവണ ഞങ്ങൾ വീട് തപ്പാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഹൗസ് ഹണ്ടിങ് ജീവിതത്തിലുണ്ടായിട്ടില്ല. ഇനി അടുത്ത കാലത്തൊന്നും വീട് മാറാനുള്ള ശേഷി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഫിസിക്കലിയും മെൻ്റലിയും ഫിനാൻഷ്യലി ഒക്കെ ഡ്രെയിൻ ആകുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ഹൗസ് ഹണ്ടിങ്, പോലെ തന്നെ വീട് ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഫോണിൻ്റെ ചാർജ് പോവുകയും പവർ ബാങ്ക് കൊണ്ടൊന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ചാർജ് ചെയ്യുന്നതിലുപരി ഈ ഫോൺ ചാർജിങ് ആണ് ഒരു മെയിൻ പ്രശ്നം. ലോങ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സാണ് വൺ സൈഡ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് പവർ ബാങ്ക് ചാർജ് ഒക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോസും വീഡിയോസും നമ്മൾ ഒരുപാട് എടുക്കും. കാരണം ഒരുപാട് വീടുകൾ നമ്മളിങ്ങനെ കണ്ടു പോകുമ്പോൾ മറന്നു പോകും ഏത് വീടാണ് നേരത്തെ കണ്ടേ, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ കമ്പാരിസൺ നടത്തണമെങ്കിൽ കയ്യിൽ ഈ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ് രാജാവേ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ അവസ്ഥ. ഈ ഫോണ്, ചാർജർ, കേബിള്, വാട്ടർ ബോട്ടിൽ, പെൻസില്, പേന, ഡയറി, ഇതൊക്കെ ആയിട്ടാണ് ഞാൻ എപ്പോഴും ഇറങ്ങുന്നത്. ഇത്തവണ ഇത്രയും ഞങ്ങൾ ടയർഡാവാൻ കാരണം ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ചൂടായിരുന്നു ആ ടൈമിൽ. സക്സസ്ഫുള്ളി ഞങ്ങൾ ഈ മിഷൻ ഫെയിലായി എന്നാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയില്ല. നമുക്ക് വീട് ഒരുപാട് നമ്മൾ നോക്കി കണ്ടു, ബ്രോക്കർമാരൊക്കെ ഇടപെട്ടു. നമ്മളങ്ങനെ ആ ഒരു ഡേ എൻഡ് ചെയ്തു. ഇനി അടുത്ത ദിവസം കാണാം.